ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മരിയൻ സന്ദേശത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അമ്മയോടൊപ്പമുള്ള ഒരു യാത്ര, അതാണ് ഈ ജപമാല മാസത്തിൽ നമ്മൾ ചെയ്യുന്നത്. ജപമാല പ്രചരിപ്പിച്ച വിശുദ്ധൻ വിശുദ്ധ ഡൊമിനിക്കാണ്. വിശുദ്ധ ഡൊമിനിക്കിന്റെ ജീവചരിത്രം വായിക്കുമ്പോൾ മനോഹരമായ ഒരു വാചകം നമുക്ക് കിട്ടും. ആ വാചകം എന്നെ ഒരുപാട് സ്പർശിച്ച ഒന്നാണ്. മിക്കവാറുമൊക്കെ ഞാൻ പറയാറുള്ള ഒന്നാണ്. അതിതാണ്: എല്ലാ ദിവസവും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളിൽ നിന്ന് ആരും ഒരിക്കലും വഴി തെറ്റിപ്പോവുകയില്ല എന്നുള്ള സത്യം ഞാൻ എന്റെ രക്തം കൊണ്ട് എഴുതി ഒപ്പിട്ട് തരാം. ഇത് പറഞ്ഞത് ജപമാല പ്രചരിപ്പിച്ച ഒരു വിശുദ്ധനാണ്. 1208 ആ വർഷത്തിലാണ് വിശുദ്ധ ഡൊമിനിക്കിന് മാതാവ് പ്രത്യക്ഷപ്പെട്ട് ജപമാല കയ്യിൽ കൊടുക്കുന്നത്. പിന്നീടാണ് ഡൊമിനിക്കൻ സന്യാസിമാരൊക്കെയും ജപമാല പ്രചരിപ്പിക്കുന്നത്. ഫ്രാൻസിലെ പ്രോയിലെ എന്ന് പറയുന്ന സ്ഥലം. വിശുദ്ധ ഡൊമിനിക് ഭയങ്കര ഭക്തനായിരുന്ന ഒരു സന്യാസി, ഒരു മങ്ക്. അദ്ദേഹത്തിന് പരിശുദ്ധ അമ്മയാണ് പ്രത്യക്ഷപ്പെടുന്നത്. അമ്മ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് കയ്യിൽ കൊടുത്തത് ജപമാലയാണ്. ജപമാല പ്രചരിപ്പിക്കാൻ ഒരു വലിയ സന്ദേശവും പരിശുദ്ധ അമ്മ കൊടുത്തു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇതക്കാലത്തെ മാർപ്പാപ്പയോട് പങ്കുവച്ചപ്പോൾ മാർപ്പാപ്പ തന്നെ വിശുദ്ധ ഡൊമിനിക്കിനെ ചുമതലപ്പെടുത്തി ലോകമെങ്ങും ജപമാല പ്രചരിപ്പിക്കാൻ. അദ്ദേഹം വിശുദ്ധ ലൂയിസുമായി ചേർന്ന് ഈ ജപമാല ഭക്തി ലോകമെങ്ങും പ്രചരിപ്പിച്ചു എന്നാണ് വിശ്വാസം. അതുകൊണ്ട് ജപമാല ഭക്തി ലോകത്തിൽ പ്രചരിപ്പിച്ച ഒരു സന്യാസ സമൂഹമാണ് ഡൊമിനിക്കൻസ്. അവർക്ക് വലിയ റോളുണ്ട്. അതേ വിശുദ്ധനാണ് നമ്മോട് പറയുന്നത്, എല്ലാ ദിവസവും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളിൽ നിന്ന് ആരും ഒരിക്കലും വഴി തെറ്റിപ്പോവുകയില്ല എന്നുള്ള സത്യം ഞാൻ എന്റെ രക്തം കൊണ്ട് എഴുതി ഒപ്പിട്ട് തരാമെന്ന്. ജപമാലയ്ക്ക് ഇതിലും വലിയ വാഗ്ദാനം എന്തിനാ? ഒന്ന് കുടുംബ പ്രാർത്ഥന ചൊല്ലിയൊക്കെ ഒരൊറ്റ ദിവസം പോലും മുടക്കം കൂടാതെ കുടുംബ പ്രാർത്ഥന ചൊല്ലിയാൽ ആ കുടുംബത്തെ മാതാവ് പ്രൊട്ടക്ട് ചെയ്യും, മാതാവ് സംരക്ഷിക്കും. എന്റെയൊക്കെ കുഞ്ഞുനാൾ മുതൽ ഞാൻ മറക്കാത്തൊരു കാര്യമുണ്ട്. കുടുംബ പ്രാർത്ഥന ചൊല്ലാതെ അത്താഴമില്ല. എന്റെ മാതാപിതാക്കള് കർശന നിയന്ത്രണമായിരുന്നു. അത്താഴം കിട്ടില്ല എന്നുള്ളത് കൊണ്ടല്ല കുടുംബ പ്രാർത്ഥനയിൽ ഞങ്ങളൊക്കെ പങ്കുകൊണ്ടത്. മറിച്ച് അത് കുടുംബത്തിന്റെ സന്ധ്യാസമയത്ത് പള്ളിയിൽ സന്ധ്യാമണി അടിക്കുമ്പോൾ, അല്ലെങ്കിൽ വിളക്കുമണി അടിക്കുമ്പോൾ കുടുംബത്തിലെ എല്ലാവരും കൂടെ ചേർന്നിരുന്ന് ജപമാല കുടുംബ പ്രാർത്ഥന ചൊല്ലുക എന്നുള്ളത് കാലങ്ങളായി നമ്മുടെയൊക്കെ വീടുകളിലെ ഒരു പതിവാണ്. ആ പതിവ് തെറ്റിക്കരുത്. ഇന്ന് മോഡേൺ കാലമാണ്, ആധുനിക കാലമാണ്. TV, മൊബൈൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെയും നമ്മുടെ സമയങ്ങൾ കവർന്നെടുക്കുന്നു, നമ്മുടെ ബന്ധങ്ങൾ കവർന്നെടുക്കുന്നു, നമ്മുടെ കൂട്ടായ്മകളെ കവർന്നെടുക്കുന്നു. അപ്പോഴൊക്കെയും നഷ്ടപ്പെടാതെ കാത്തുസൂക്ഷിക്കേണ്ട മനോഹരമായ ഒരു പാരമ്പര്യമാണ് ഈ കുടുംബ പ്രാർത്ഥന. അതെവിടെയായിരുന്നാൽ, സ്വദേശത്തായാലും വിദേശത്തായാലും മുടക്കം വരുത്തരുത് ഈ കുടുംബ പ്രാർത്ഥന. അങ്ങനെ മുടക്കം വരുത്തിയാൽ അത് കുടുംബ ബന്ധത്തെ ബാധിക്കും, ആത്മീയതയെ ബാധിക്കും. ഒരു ആത്മീയതയുടെ കെട്ടുറപ്പിലാണ് നമ്മുടെയൊക്കെ കുടുംബങ്ങള് നമ്മൾ രൂപപ്പെടുത്തിയിരിക്കുന്നത്. ആ ആത്മീയതയുടെ കെട്ടുറപ്പ് നഷ്ടപ്പെടുന്നത് പ്രാർത്ഥനയില്ലാതാകുമ്പോഴാണ്. നമ്മുടെയൊക്കെ വീടിന് ഒരു അടിവാരമുണ്ട്, ഒന്നുണ്ട്, ഒരു ഫൗണ്ടേഷൻ. ആ ഫൗണ്ടേഷൻ നമ്മൾ ഉണ്ടാക്കിയ ഫൗണ്ടേഷനല്ല, മറിച്ച് ദൈവത്തിന്റെ ഫൗണ്ടേഷനാണ്, പ്രാർത്ഥനയുടെ ഫൗണ്ടേഷനാണ്. പ്രാർത്ഥന ഇല്ലാതാകുമ്പോ ആ അടിസ്ഥാനം ഇളകുമ്പോ കുടുംബം തകരും. അതുകൊണ്ടാ കുടുംബ പ്രാർത്ഥന മുടക്കരുതെന്ന് സഭാപിതാക്കന്മാരും മാർപ്പാപ്പമാരും വിശുദ്ധരും ആധുനിക കാലഘട്ടത്തിലെ എല്ലാ വൈദികരും മെത്രാന്മാരും വിശ്വാസ സമൂഹത്തോടൊക്കെ പറയുന്നു. കുടുംബത്തെ ഒരുമിച്ച് നിർത്തുന്ന മനോഹരമായ ഒരു ഘടകം അതാണ് കുടുംബ പ്രാർത്ഥന. വിശുദ്ധന്റെ വാചകം ഒരിക്കൽ കൂടി ഞാനൊന്ന് ഓർമ്മപ്പെടുത്തട്ടെ. എല്ലാ ദിവസവും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളിൽ നിന്ന് ആരും ഒരിക്കലും
വഴിതെറ്റി പോവുകയില്ല എന്നുള്ള സത്യം ഞാൻ എന്റെ രക്തം കൊണ്ട് എഴുതി ഒപ്പിട്ട് തരാമെന്ന്. ഇതിലും വലിയ വാഗ്ദാനം എന്താ? അപ്പൊ അതുകൊണ്ട് കുടുംബ പ്രാർത്ഥന മുടങ്ങാതെ ചൊല്ലുന്ന ഭവനങ്ങളെ അമ്മ അവിടെ ഉണ്ടാകും, അമ്മ കൂടെ ഉണ്ടാകും. അതുകൊണ്ടാ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞത്, പ്രാർത്ഥന ചൊല്ലുമ്പോ നാം അമ്മയുടെ കൈ പിടിക്കും. ജപമാല കഴിയുമ്പോ അമ്മ നമ്മുടെ കൈ പിടിക്കും. നാം അമ്മയുടെ കൈ പിടിക്കാനുണ്ടാകണം ജപമാല ചൊല്ലുമ്പോ. എന്നാൽ അത് കഴിയുമ്പോ അമ്മ നമ്മുടെ കൈ പിടിച്ച് നമ്മെ നടത്തുള്ളൂ. ആ അനുഗ്രഹമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്, ആ കൃപയാണ് സ്വീകരിക്കേണ്ടത്. അതിന് പരിശുദ്ധ അമ്മ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.